I repeat, chest number 3 on stage. Hello, hello, hello. Om Shanti. Om Shanti. My dear Shanti. ആയുഷ്മാൻ ഭവാനി. ആര് ഭവാനി ചേച്ചി, എന്താണിത്? അല്ല, ഈ കേട്ടിട്ടില്ലേ, ഈ നരേന്ദ്രദാസ് ഒക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഈ വേഷമൊക്കെ ഇടുമ്പോ ഇങ്ങനെ മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയോ? അത് മതി മതി. േടാ കൊച്ചു പുസ്തകം വർമാജി കൊച്ചിന്റെ പടം കാണാൻ വേണ്ടി വെച്ചേക്കണതാ. ഏടാ കൊച്ചിന്റെ പടം ഒന്നുമില്ലല്ലോ. അതാ കുട്ടിയുടെ ജാതക. അയ്യേ, ജാതകമായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കുന്നു. കൊതിച്ചു പോയില്ലേ. ഈ രാശി പലകയിൽ എന്തെങ്കിലുമൊക്കെ എഴുത്. അയ്യേ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. മരിക്കരുത്. ഇതിലിനിയും ശങ്ക ഉണ്ടല്ലോ, അല്ലാതെ നമുക്ക് ഇട്ടൂടെ? ഈ ശങ്കരക്ക് എന്താ വിലന്നറിയോ? ഈ എന്ത് ഞവണിക്കാന്ന് വിചാരിച്ചതൊക്കെ? എടാ ഞവണിക്കല്ല, ഇത് കാവടിയാണിത്. കാവടി അല്ലടാ പൊട്ട, ഇത് കവടി. ഓ എന്തായാലും കശക്ക്. ഓ ഇത് മാറ്റി വെച്ചേൻ, അവര് വരുന്നുണ്ട്. ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ നിതംബങ്ങൾ തറയിൽ പതിക്കുക. ഓ മന്ത്രവാഹിനി മോഹിനി. എന്തൊക്കെയാ? തലക്കുറി. തലക്കറി കഴിച്ചിട്ട് നാളായിരിക്കുന്നു. തലക്കറി അല്ല ഉദ്ദേശിച്ചേ, തലക്കുറി വായിച്ചിട്ട് എത്ര നാളായിന്നാ പുള്ളി ഉദ്ദേശിച്ചേ. ഓ കണ്ണാട മാറ്റി വെക്കി. ഓ ഗ്ലാമർ കൂടി പോയതിന്റെ ആയിരിക്കും. ഇയാളുടെ ഒരു കാര്യം. ദേ ആ കുട്ടിയുടെ തലക്കുറി ഇതേ. തമ്പുരാന്റെ നക്ഷത്രം എന്താന്ന് ചോദിക്കി. എടാ നക്ഷത്രം ക്രിസ്മസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത പട്ടി. തമ്പുരാന്റെ നക്ഷത്രം മൂലല്ലേന്ന് ചോദിക്കി. തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലേ? അതന്നെ. കുണ്ടി മുഖത്തെ എഴുതി വെച്ചേക്കണോ? മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചൊല്ല്. പിന്നെ വാ വെച്ചിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല, പിന്നെയാണ് മൂലം വെച്ച് ചൊല്ലണത്. വഴി വെച്ചിട്ട് ചൊല്ലി ഞാൻ. ഞങ്ങൾക്ക് വേണ്ടിയ ഞങ്ങളുടെ കുട്ടിയുടെ വിവാഹവും ആയുസ്സുമാണ്. അതാണ് പ്രശ്നം. നോം പരിഹാരം കണ്ടെത്തി തരാം. തുടങ്ങിക്കോ. കവടി കശക്കാൻ. എടാ ഇത്ര കവടി കശക്കണോ? മതിയില്ലേ? മതി, എന്തെങ്കിലുമൊക്കെ പറ. ഓവറാക്കല്ലടോ, മതിയാക്ക്. ഇനി അത് തിരിച്ചു വെക്കാനത്. എടാ അത് തിരിച്ചു കൈയെടുക്കാൻ തോന്നല്ലടാ. ഓ എന്താ സുഖം. മതി സുഖിച്ചത് മതി. കാലമാടൻ. ഈ കന്നിമാസം വെച്ചിട്ടൊരു മന്ത്രം ചൊല്ലിയാ മതിയോ? അത് പട്ടിയുടെ മാസല്ലേ, ചിങ്ങമാസം വെച്ചൊരു ശ്ലോകം ചൊല്ല്. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ ഈ സ്വന്തമാക്കും. ഈ കുട്ടിയെ മറ്റൊരാൾ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല. ഡോക്ടറോടും ജ്യോത്സ്യന്മാരോടും നുണ പറയരുത്. അത് അബദ്ധത്തിൽ പുടവ കൈമാറി പോയതല്ലേ. പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. അതെ, പ്രായശ്ചിത്തം ചെയ്ത സ്ഥിതിക്ക് അടുത്തൊരു വിവാഹം. നോ ചാൻസ്. അവിഹിതം ഞാൻ അനുവദിക്കില്ല. കുട്ടിയുടെ ആയുസ്സും കൂടി ഒന്ന് നോക്കിയാൽ. അതന്നെ കുട്ടിയുടെ ആയുസിന്റെ കവടി വടക്കി വെക്കടാ. ആയുസിന്റെ കവടി പോലും വെച്ചാ മതിയെ തോന്നണോ? അയ്യോ, ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്രേ തലനാരി കഴിക്കാൻ രക്ഷപ്പെട്ട് ഈ കുട്ടിക്ക് ഇനി മരിക്കണ വരെ ഒടുക്കത്തെ ആയുസ.
എന്ത്? അല്ല ദീർഘായുസാണ് പുള്ളി ഉദ്ദേശിച്ചേ. അത് ശരി, അത് ശരി. ബാക്കി നമുക്ക് നാളെ ആയാലോ? അതന്നെ, കുഴപ്പമില്ല. നാളെ സമയക്കണോ? ഓ ഐഷാവട്ടെ. കാറ്റങ്ങ് അടിക്കണ്ടേ? ശരി എന്നാ. അല്ല തെക്കൻ കാറ്റ് വീശി തുടങ്ങിയാലേ കയ്യും മറയ്ക്കും, രാശിയും മറയേ. മാറും, രാശി മാറും. ബാക്കി നമുക്ക് നാളെ ആവാ. ശരി ശരി, നാളെ തന്നെ മതി. മതി.